അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നാളെ വാർഷിക പരീക്ഷ ഒന്നിലെ തഫ്ഹീമിൻ്റെ പരീക്ഷയാണ് നടക്കുന്നത്. അപ്പോൾ തഫ്ഹീമിൽ കിതാബത്തും ഖിറാഅത്തും ഇങ്ങനെ രണ്ട് മോഡലാണ് നടക്കുന്നത്. രണ്ട് മോഡൽ എന്ന് പറഞ്ഞാൽ ഒരു പരീക്ഷയുടെ ഒരു ഭാഗത്ത് കിതാബത്തിൻ്റെ പരീക്ഷയും രണ്ടാമത്തെ പുറം ഖിറാഅത്ത് പരീക്ഷയായിരിക്കും. അപ്പോൾ അതെങ്ങനെയായിരിക്കുമെന്ന ഒരു ചെറിയൊരു മോഡലാണ് നമ്മൾ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഉടനെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാം. ഒന്നാമത്തെ പ്രവർത്തനം, ചിത്രം നോക്കി വിട്ട ഭാഗം പൂരിപ്പിക്കാം. നിങ്ങൾക്കിങ്ങനെ ചിലപ്പോൾ പരീക്ഷയിൽ ഓരോ ചിത്രങ്ങൾ തന്നിട്ട് അതിൻ്റെ താഴെ അതിൻ്റെ പേര് എഴുതിയിട്ടുണ്ടാകും. പക്ഷേ അതിൽ തുടക്കത്തിൽ അക്ഷരം അവിടെ എഴുതിയിട്ടുണ്ടാവില്ല. അത് നിങ്ങൾ എഴുതി കൊടുക്കണം. അങ്ങനെയുള്ള പ്രവർത്തനമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓരോ സ്ഥലത്തും എഴുതേണ്ട അക്ഷരങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കി വെക്കണം. ഒന്നാമത്തെ ചിത്രം നോക്കിയിട്ട് നമുക്ക് അവിടെ എഴുതേണ്ട അക്ഷരം ഏതാണെന്ന് നോക്കാം. ഇവിടെ നമുക്കെന്താ കാണാൻ കഴിയുന്നത്? ഒരു കുതിര അല്ലേ? ആ കുതിരയ്ക്ക് നമ്മൾ അറബിയിലൊരു പേര് പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നത്? ഖൈലുൻ അല്ലേ? കുതിര. അപ്പോൾ ഇവിടെ നമ്മൾ മുമ്പ് വിട്ടുപോയ അക്ഷരം ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഏതാണ്? ഖ എന്ന അക്ഷരമാണ് അല്ലേ? ഖ, ഖൈലുൻ. പക്ഷേ ഇങ്ങനെ ഈ ജീം കൊടുക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടിയിട്ടുള്ള, അതായത് ഫസ്റ്റ് വരുമ്പോൾ നമ്മൾ ഈ രൂപത്തിലല്ലേ എഴുതുക. അപ്പോൾ ആ രീതിയിൽ തന്നെ എന്ത് ചെയ്യണം? അവിടെ എഴുതി കൊടുക്കണം. ഖൈലുൻ. രണ്ടാമത്തത് എന്താണ് ചിത്രം? ഇവിടെ ഒരു പേന തന്നിട്ടുണ്ട് അല്ലേ? പേന. ആ പേനക്ക് അറബിയിൽ പറയുന്ന പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിൽ ഒന്നാമത്തെ അക്ഷരം കാണുന്നില്ല. അപ്പോൾ അതേതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവിടെ എഴുതി കൊടുക്കണം. ഏതാണ് വിട്ടുപോയ അക്ഷരം? അത് ഖ, ഖലമുൻ. ഖ, ഖലമുൻ. കണ്ടോ? അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ചിത്രം ഏതാണ്? ഒരു പൂട്ടാണ് അല്ലേ? പൂട്ട്. വാതിലുമൊക്കെ നമ്മൾ പൂട്ടാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് പൂട്ട്. ആ പൂട്ടിന് നമ്മളിവിടെ ഒരു അറബി വാക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു പാഠപുസ്തകത്തിൽ. എന്തായിരുന്നത്? ഗലഖുൻ അല്ലേ? അപ്പം അത് എഴുതി കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. അതിനു മുമ്പ് നമ്മളിവിടെ ഒന്ന് വിട്ടുപോയിട്ടുണ്ട് അല്ലേ? ഏതാണ്? മാനിൻ്റെ ഒന്ന് വിട്ടുപോയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന് ശേഷം നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ വിട്ടുപോയ അക്ഷരം വലഖുൻ. അവിടെ പുള്ളി ഇടണം. ഓക്കെ, വലഖുൻ, പൂട്ട്. ഇനി നമുക്ക് നേരെ മൂന്നാമത്തേത് നോക്കി നോക്കാം. ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്? ചിത്രത്തിൽ ഒരു മാൻ അല്ലേ? ആ മാനിന് നമ്മൾ അറബിയിലൊരു പേരും പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? ലബിയുൻ. ലബിയുൻ. അപ്പോൾ അതിന് മുമ്പിൽ അക്ഷരം പോയിട്ടുണ്ട്. ആ അക്ഷരം ഇവിടെ എഴുതി കൊടുക്കുക. ഏതാണ് അക്ഷരം? ലബിയുൻ. കണ്ടില്ലേ? ലബിയുൻ. ഇപ്പം എന്തായി? ലബിയുൻ എന്നായി, മാൻ. ഇനി അവസാനത്തിൽ ഇവിടെ എന്താണ് ചിത്രത്തിൽ കാണുന്നത്? മുതലയല്ല, വേറെ ഏതാണ്? ഉടുമ്പ്. അപ്പോൾ ആ ഉടുമ്പിന് അറബി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഉടുമ്പിന് പറയുന്ന പേരെന്താണ്? ലബ്ബുൻ. അതെങ്ങനെ എഴുതി കൊടുക്കാം? അതിനായിട്ട് ഇവിടെ ലോ എന്ന് എഴുതി കൊടുക്കാം. ലബ്ബുൻ, ഉടുമ്പ്. ഓക്കെ, അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. രണ്ടാമത്തെ പ്രവർത്തനം, ചിത്രങ്ങളുടെ പേരുകൾ അറബിയിൽ എഴുതാം. ഇവിടെ ഓരോ ചിത്രം തന്നിട്ടുണ്ട്. അതിന് അറബിയിൽ പറയുന്ന പേരുകൾ താഴെ എഴുതി തന്നെ കൊടുക്കണം. അപ്പം അങ്ങനെ എഴുതേണ്ടത് രൂപം നമുക്ക് നോക്കി വെക്കാം. അതിനായിട്ട് ഫസ്റ്റത്തെ ചിത്രം നോക്കാം. എന്താണ് അവിടെ ഉള്ളത്?
കയർ അല്ലേ? കയറിന് നമ്മൾ അറബിയിലൊരു പേര് പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു അത്? ഹബ്ലുൻ. ഇവിടെ എഴുതി കൊടുക്കുക. ഹബ്ലുൻ. ഹബ്ലുൻ. കയർ. ഇനി രണ്ടാമത്തെ ചിത്രം നോക്കാം. ചിത്രം എന്താണ്? ഒരു വാല് കാണുന്നുണ്ട്. വാലിന് നമ്മൾ പഠിച്ച വാക്കെന്താണ്? ലനബുൻ. 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 അതും എഴുതി. മൂന്നാമത്തെ ചിത്രം എന്താണ്? ഒരു ഡോക്ടർ അല്ലേ? ഡോക്ടറിന് നമ്മൾ അറബിയിലൊരു പേര് പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു അത്? ത്വാ വെച്ചുകൊണ്ടുള്ള ത്വബീബുൻ. ത്വബീബുൻ. അതിന് ആദ്യം ത്വാ എഴുതണം, പിന്നെ ബ, പിന്നെ യ, പിന്നെയും ബ. ത്വബീബുൻ. ത്വബീബുൻ. ഓക്കെ, ഡോക്ടർ. ഇനിയോ അവസാനത്തത്. അവസാനത്തല്ല, നാലാമത്തത്. ഇവിടെ ഒരു കണ്ണാണ് കാണിക്കുന്നത്. ഈ കണ്ണിന് നമ്മൾ അറബിയിലൊരു പേര് പറയും. എന്താണത്? ഐൻ വെച്ചുകൊണ്ട്. ഐനുൻ. 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 കണ്ണ്. പിന്നെ അവസാനത്തൊരു ചിത്രം കാണുന്നുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാകും നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റ് ആണ് അല്ലേ? പ്ലേറ്റ്. പ്ലേറ്റിന് എന്താ പറയുക അറബിയിൽ? സ്വഹ്നുൻ. എന്താണ്? സ്വഹ്നുൻ. നമുക്കിവിടെ എഴുതി കൊടുക്കുക. സ്വഹ്നുൻ. സ്വഹ്നുൻ. അത് എഴുതി കൊടുത്തു. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി. ഇനി നമുക്കതിൻ്റെ നേരെ താഴത്ത് ഒരു പ്രവർത്തനം കാണുന്നുണ്ട്. കണ്ടില്ല നിങ്ങൾ? ഇതെങ്ങനെ ചെയ്യാം? അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ഇവിടെ ഹെഡിങ് ഒന്ന് വായിക്കുക. സ്ലേറ്റിൽ നോക്കി താഴെ എഴുതാം. അപ്പോൾ താഴെ എഴുതാനൊരു കോളം തന്നിട്ടുണ്ട്. ആ കോളം അപ്പോൾ ഓരോന്നും എന്ത് ചെയ്യാം? താഴേക്ക് എഴുതി കൊടുക്കുക. സറാഫത്തുൻ എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ മസീലുൻ എന്ന് എഴുതിയിട്ടുണ്ട്. ഹുജജുൻ അത് എഴുതിയിട്ടുണ്ട്. ഉസ്താദിൻ. അത് ഓരോന്നും തെറ്റുകൂടാതെ, അക്ഷരങ്ങളൊന്നും പിഴക്കാതെ, ഹരക്കത്തുകളൊന്നും വിട്ടുപോവാതെ, ഫത്തവും കസറൊക്കെ ലൊമ്മൊക്കെ എന്ത് ചെയ്യണം? ഷദ്ദാണെങ്കിലും നീട്ടാനാണെങ്കിലും ഒക്കെ കറക്റ്റാക്കി എഴുതിയിട്ട് വേണം താഴേക്ക് എഴുതിയെടുക്കേണ്ടത് കേട്ടോ. ഇനി അടുത്ത പ്രവർത്തനം, അക്ഷരങ്ങൾ കൂട്ടി എഴുതാം. ഇവിടെ ഓരോ അക്ഷരങ്ങൾ തന്നിട്ടുണ്ട്. അത് കൂട്ടി എഴുതി താഴേക്ക് എഴുതിയെടുക്കണം. അതെങ്ങനെയെന്ന് നോക്കാം. ഇവിടെ എന്താ എഴുതിയിട്ടുള്ളത്? ഫഖീറുൻ. അതെന്ത് ചെയ്യണം? ഇവിടേക്ക് എഴുതണം. ഫഖീറുൻ. എങ്ങനെ എഴുതാം? ഫഖീറുൻ. കണ്ടില്ലേ? ഫഖീറുൻ. അങ്ങനെ എന്ത് ചെയ്യുക? എഴുതി കൊടുക്കുക. രണ്ടാമത്തതോ? ത്വാവിലത്തുൻ. സിമ്പിളല്ലേ? ത്വാ എന്ന് നീട്ടാനാണ് അലിഫ് വന്നിട്ടുള്ളത്. ത്വാവിലത്തുൻ. ത്വാവിലത്തുൻ. ഇനിയോ അവസാനത്തത് സിറുൻ. 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 മൊബൈൽ എഴുതിയുന്നത് കൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഇനി അവസാനത്തെ ഈ ഭാഗം കൂടെ നമുക്ക് പ്രവർത്തനം കൂടെ ചെയ്യാം. അഞ്ചാമത്തത്, വിട്ട ഭാഗം ലാപ്ടോപ്പിൽ നിന്നും എടുത്തെഴുതാം. ഇവിടെ ലാപ്ടോപ്പിൽ 4 അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ യോജിച്ച അക്ഷരങ്ങൾ ഇവിടേക്ക് വിട്ടുപോയ ഈ ഭാഗത്തേക്ക് എന്ത് ചെയ്യും? ചേർത്ത് കൊടുക്കണം. ഇവിടെ എന്താണ് ഒന്നാമത്തതിൽ? മ ഡാഷ് റിബുൻ. ഏതായിരിക്കും? ഐനാണ്. മഗ്രിബുൻ. ഇതാണ് ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. കൂട്ടി എഴുതുമ്പോൾ ആ രീതിയിൽ തന്നെ എഴുതണം, മാറിപ്പോകരുത്. മറ്റേതോ തൊട്ട് താഴേണ്ടത് ഡാഷ് റിസ്വൻ. ഏതായിരിക്കും? റിസ്വൻ. അതിവിടേക്ക് എഴുതി കൊടുക്കണം. മൂന്നാമത്തത് ഹെ ഡാഷ് സ്വൻ. എന്താണ്?
ഹി സ്വാ സുൻ, ഹിസ്വാസുൻ. ഓക്കെ. അവസാനത്തത് ഡാഷ് തിഫുൻ, അവിടെ ചേർക്കേണ്ടത് ഹാത്തിഫുൻ. മൊബൈൽ ഫോൺ, ലാൻഡ് ഫോൺ ഉണ്ടല്ലോ നിങ്ങൾ, ഹാത്തിഫുൻ. അപ്പോൾ അത് പൂർത്തിയായി. ഇൻഷാ അല്ലാ ഇനി നമുക്ക് അടുത്തതായിട്ട് വായനാ പരീക്ഷയുടെ പേപ്പർ നോക്കാം. വായനാ പരീക്ഷയ്ക്ക് നോക്കി വായിപ്പിക്കുക എന്നുള്ളൊരു പ്രവർത്തനമാണ് കാര്യമായിട്ട് വരാറ്. ഇപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് വാക്കുകളും കുറച്ച് ചിത്രങ്ങളും തന്നിട്ടുണ്ട്. അതിൽ വാക്കുകൾ തൊട്ടിട്ട് ആ ചിത്രത്തിന് യോജിച്ചത് ഏതാണെന്ന് മനസ്സിലാക്കി അവിടെ തൊട്ട് കാണിച്ചു കൊടുക്കണം ഉസ്താദിന്. ഇപ്പോൾ ഒന്നാമത്തത് ഫനസുൻ. ഇതെവിടെയാണ് ഫനസെന്ന്? അപ്പോൾ ഉസ്താദ് ഇപ്പോൾ ചോദിക്കുമ്പോൾ തൊട്ട് കാണിക്കണം. ഇതാ ചക്ക, ഫനസുൻ. രണ്ടാമത് വീണ്ടും ചോദിക്കും ഹാത്തിഫുൻ. ഹാത്തിഫുൻ എവിടെ? ഹാത്തിഫുൻ ഇതാ കണ്ടു, ഇതാ ലാൻഡ് ഫോൺ ഉണ്ടല്ലേ, ഇതാ. ഇനിയോ സൗറുൻ. സൗറുൻ എവിടെ ചിത്രത്തിൽ? ഇതായി കാണുന്നു, സൗറുൻ, കാള. ഇനിയോ സറാഫത്തുൻ, ജിറാഫ്. അതാ അവിടെ ജിറാഫ്. അവസാനത്തത് ഷലീക്കുൻ. ഷലീക്ക് എന്ന് പറഞ്ഞാൽ ഇതാ സ്ട്രോബെറി. അപ്പോൾ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ വരാറുണ്ട്. ഇങ്ങനെ എന്ത് ചെയ്യണം? ശീലിപ്പിക്കണം കുട്ടികളെ. ഇനി നമുക്ക് മറ്റൊരു പ്രവർത്തനം നോക്കാം. പുസ്തകത്തിലുള്ള വാക്ക് വായിക്കാം. ഇത് വായിച്ച് കേൾപ്പിക്കേണ്ട പ്രവർത്തനമാണ്. ഒന്ന് സ്വദുറുൻ. സദുറുൻ എന്ന് വായിക്കരുത്, സ്വാദാണ്. സ്വദുറുൻ, നല്ല സ്വാദുണ്ട് അറിയില്ലേ, ആ സ്വദുറുൻ. പിന്നെയോ മരീളൻ. മരീളൻ, അവിടെ റീ എന്ന് വായിക്കരുത് കേട്ടോ, മറീലൻ എന്ന് വായിക്കരുത്. കെസറാവുമ്പോൾ മരീളൻ എന്നാണ് വായിക്കേണ്ടത്. മറ്റൊന്ന് ഷഗ്ബാനു. ഷഗ്ബാനു. അവസാനത്തത് ഗിബ്ത്വത്തുൻ. ഗിബ്ത്വത്തുൻ. ഇത് ത്വ ആണ്. ഗിബ്ത്വത്തുൻ. ഗിബ്ത്വത്തുൻ. ഇനി മൂന്നാമത്തെ പ്രവർത്തനം നോക്കാം. യോജിച്ച അക്ഷരങ്ങൾ ചേർത്ത് വായിക്കാൻ. ഇവിടുന്ന് എന്ത് ചെയ്യണം? യോജിച്ച അക്ഷരം യോജിച്ച ഭാഗത്തേക്ക് ചേർത്തിട്ട് അത് കൂട്ടി വായിക്കാം. ഇവിടെ ഫസ്റ്റത്തെ അക്ഷരം വിട്ടുപോയിട്ടുണ്ട്. ഏതാണത്? ഗി എന്ന അക്ഷരമാണ്. ഗി ന ബുൻ. ഗി ന ബുൻ. പിന്നെയോ അതിന് നേരെ താഴത്ത് ഇവിടെ ഏതോ അക്ഷരം വിട്ടുപോയിട്ടുണ്ട്. ഏതാണത്? ത്വയ്. ത്വയ് ഫ് ലുൻ. ത്വയ് ഫ് ലുൻ. പിന്നെ ഇവിടെ വിട്ടുപോയത് ഏതാണ്? ഖി. ഖി റ് ദുൻ. ഖിർദുൻ. പിന്നെ ഇവിടെയോ ഡാഷ് ഹിറുൻ. ഏതാണത്? ലു ഹിറുൻ. ഈ ലു എന്നാണ്. ലുഹ്റുൻ. ലുഹ്റുൻ. പിന്നെ അവസാനത്തത് ഡാഷ് ക്രുൻ. അവിടെ റിഖ്റുൻ. റിഖ്റുൻ. ഇങ്ങനെ ഈ പ്രവർത്തനം മനസ്സിലാക്കാം. ഇനി അവസാനത്തെ രണ്ട് പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാം. ബലൂണിലുള്ള അക്ഷരങ്ങൾ വായിക്കാൻ. ഇതേതാണ്? ഹ. ഇതോ ലോ. ഇതോ ഇതിൻ്റെ രണ്ടിൻ്റെ ഉച്ചാരണം ഏകദേശം ഒരുപോലെയാണ്. ഇത് സ്വാദാണ് കേട്ടോ. സ്വാദും ല്വാദ്. ല്വാദാണ്. സ്വാദിൻ്റെ കൂടെ വരുന്ന അതേപോലെ തന്നെയാണ്. പുള്ളിയില്ലെങ്കിൽ സ്വാദും, ഉണ്ടെങ്കിൽ ല്വാദും. ഇത് ലോ ആണ്. ത്വാഇൻ്റെ കൂടെ വരുന്ന ലോ. ഇനി തൊട്ടടുത്തുള്ള ബലൂണിലുള്ളത് ഖാഫ്. ഖാഫ്. അവസാനത്തെ ബലൂണിലോ ഫ. ഫ. ഇനി അവസാന പ്രവർത്തനം ചേർത്ത് വായിക്കാൻ. ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ട് ചേർത്ത് വായിക്കുക. ഖൽബുൻ. ഖൽബുൻ. ഖതല. ഖതല. ഇനി അടുത്ത അക്ഷരം ദഹബുൻ. ദഹബുൻ.
ദനബുൻ ദനബുൻ. അടുത്തത് ളാദ് ല മ ആ ലമ ആ. ലഹ്റുൻ ലഹ്റുൻ. അപ്പോൾ നമ്മൾ ഇതുവരെയുള്ള തഫ്ഹീമിൻ്റെ ഖിറാഅത്തും അതുപോലെ കിതാബത്തും രണ്ടും ഇതുവരെ പറഞ്ഞു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഈ ഭാഗങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.